എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഉള്ള പ്രധാനപ്പെട്ട പാതയാണ് എം.സി. റോഡ്. ഈ എം.സി. റോഡിൽ തിരുവല്ല മുതൽ ചെങ്ങന്നൂർ വരെ വലിയ ഗതാഗത കുരുക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ പലയിടത്തും ഇതിപ്പോൾ തിരുവല്ലക്കടുത്തുള്ള തിരുമൂലപുരം എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെയുള്ള വെള്ളക്കെട്ടാണ് ഈ കാണുന്നത്. വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പോലും കഴിയാത്തത്ര വലിയ വെള്ളക്കെട്ട് ഇവിടെയുണ്ട്. പല വാഹനങ്ങളും എഞ്ചിനിൽ വെള്ളം കയറി ഓഫാകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഏറെ നേരം ഗതാഗത കുരുക്കുണ്ടാകുന്നു. ഇവിടെയുള്ള പ്രദേശവാസികൾ ഇടപെട്ടാണ് ഈ വാഹനങ്ങൾ കടത്തിവിടുന്നത്, ഇവരെ സഹായിക്കുന്നത്. പോലീസ് പോലും ഇവിടെ ഇത്തരത്തിൽ ആവശ്യത്തിനില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇത്തരത്തിൽ ഈ റോഡിന്റെ മധ്യഭാഗത്തുകൂടി മാത്രമാണ് വാഹനങ്ങൾക്ക് വലിയ പ്രതിസന്ധികളില്ലാതെ കടന്നുപോകാൻ പറ്റുന്നത്. പക്ഷേ രണ്ട് ഭാഗത്തുകൂടിയും വാഹനങ്ങൾ കടന്നുപോകുന്ന സാഹചര്യം ഇപ്പോഴുമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി ഇപ്പോൾ അനുഭവിക്കുന്നത്. ഏതാണ്ട് ഇന്ന് രാവിലെ മുതലാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നത്. ഷിഹാസ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി കാണിക്കാം. ഇത് അന്തരിച്ച പ്രശസ്ത നടനായ എം.ജി. സോമന്റെ വീടാണ്. തിരുമൂലപുരത്തുള്ള അദ്ദേഹത്തിന്റെ വീടാണ്. ഈ വീടിന്റെ മുറ്റം ഇപ്പോൾ വെള്ളം കയറിയിരിക്കുകയാണ്. അകത്തേക്ക് വെള്ളം കയറിയിട്ടില്ല. എന്തായാലും മുറ്റം വരെ വെള്ളം എത്തിയിട്ടുണ്ട്. എം.സി. റോഡിനോട് ചേർന്നാണ് ഈ വീടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്തരത്തിൽ ഒരു വെള്ളക്കെട്ടിനൊരു പ്രശ്നം ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന്റെ മകൻ സാജി സോമൻ ഉണ്ട്. മുറ്റം വരെ വെള്ളം എത്തി. ഇങ്ങനെ പതിവുണ്ടോ സാധാരണ? 18 കഴിഞ്ഞിട്ട് ഇത്രയും വരുന്നത് ആദ്യമാണ്. പിന്നെ വെയിറ്റിംഗ്. പുഴയുടെ അടുത്തുള്ള സ്ഥലമാണ്. സ്വാഭാവികമായിട്ടും ഗതാഗത കുരുക്ക് പലപ്പോഴും രൂക്ഷമാണല്ലേ? ഇല്ല, ട്രാഫിക് ബ്ലോക്ക് ഇത്രേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഈ കാണുന്ന ഏരിയ മാത്രമേ ഉള്ളൂ തോന്നുന്നു എനിക്ക് എം.സി. റോഡിൽ. പക്ഷേ അത് കുറച്ച് ആരെങ്കിലും അതോറിറ്റീസ് ആരെങ്കിലും വന്നാൽ ക്ലിയർ ചെയ്യാനുള്ളേ ഉള്ളൂ. ഇപ്പം അവിടെ നിൽക്കുന്ന പിള്ളേർ തന്നെയാണ് എല്ലാം ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അവിടെ. അല്ലെങ്കിൽ അതങ്ങ് നമ്മളൊക്കെ ചെറുപ്പത്തിൽ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം അതല്ല, ട്രെൻഡ് വേറെയാണ്. എപ്പോഴാണ് വെള്ളം കയറി തുടങ്ങിയത് ഇങ്ങോട്ടേക്ക്? ഇല്ല, ഒരു 6:30 വരെ കുഴപ്പമില്ലായിരുന്നു. ഞാൻ വണ്ടിയൊക്കെ മാറ്റിയിട്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു 4 മണിക്കൂറത്തെ, 5 മണിക്കൂറത്തെ. ഇപ്പം 2 മണിയായെങ്കിൽ അല്ലെങ്കിൽ 3 മണിയായെങ്കിൽ ഒരു 5-6 മണിക്കൂർ കൊണ്ടാണ് ഇപ്പൊ ഇത്രയും. അകത്തേക്ക് കയറിയില്ല? വീട്ടിലേക്കൊന്നും കയറിയിട്ടില്ല. തൊട്ടടുത്തുള്ള കടകളിലും ഒക്കെ വെള്ളം ഉണ്ട്. പക്ഷെ മെയിനായിട്ട് ഈ ട്രാഫിക് ബ്ലോക്ക് ആണ്. അല്ലാതെ പക്ഷെ അതൊരു ഇഷ്യൂ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളം കൂടിക്കൊണ്ടിരിക്കുന്നില്ല, കുറയുന്നില്ല. ഈ വീടിന് എത്ര വർഷം പഴക്കമുണ്ടാവും? അയ്യോ, അത് ഞാനിപ്പോൾ ഇവിടെ 4th ജനറേഷനാണ്. അപ്പോൾ ഓൾമോസ്റ്റ് 100+ ഉണ്ട്. ഫ്രണ്ടിൽ കാണുന്നതല്ല, അത് ഡയറക്റ്റ് അതിന് ബാക്കിലോട്ട് എൻ്റെ ഗ്രാൻഡ് ഫാദറും ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറും ഒക്കെ താമസ സ്ഥലങ്ങൾ തന്നെ. അതുകൊണ്ട് വെള്ളപ്പൊക്കം പുതുമയല്ല, എന്നാലും ഇങ്ങനെ എന്റെ വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷെ ഇതൊരു പുതുമയാണ് ഇത്രയും കാണുന്നത്. ഇവിടെ അങ്ങനെ നിരവധി വീടുകൾ വെള്ളം കയറി. ഒത്തിരി വീടുകളുണ്ട്. എല്ലാ വീട്ടിലും വെള്ളത്തിലാണ്. ഇവിടുന്ന് കുറച്ചുകൂടെ മാറി താഴെ വീടുകളുണ്ട്, അവിടുത്തെ വെള്ളത്തിലാണ്. നമ്മുടെ കറി പൗഡേഴ്സിന്റെ ഫാക്ടറി ഉണ്ട്, പായസക്കടയുണ്ട്, അവിടെ എല്ലാം വെള്ളമായി. വീട്ടിലേക്ക് കയറിയില്ല എന്നുള്ളൊരു ഗുഡ് ന്യൂസേ ഉള്ളൂ. ഷിഹാസ്, അതാണ് ഈ ദൃശ്യങ്ങൾ കാണാം. നമുക്ക് ഈ വീടിന്റെ മുറ്റം വരെ വെള്ളം എത്തിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു പായസക്കടയുണ്ട്. അവിടെയൊക്കെ തന്നെ അതിന്റെ മുറ്റത്തേക്കും വെള്ളം കയറിയിട്ടുണ്ട്. അത്തരത്തിൽ എം.സി. റോഡിൽ വലിയ പ്രതിസന്ധികൾ പൊതുവേ ഇല്ല. പക്ഷേ ഈ തിരുമൂലപുരം എന്ന് പറയുന്ന ഈ മണിമലയാറിന്റെ തീരത്തോട് ചേർന്നുള്ള ഈ ഭാഗം, ഈ പാലത്തിനോട് ചേർന്നുള്ള 2 ഭാഗത്തും കുറ്റൂർ, അതോടൊപ്പം തന്നെ തിരുമൂലപുരം, ഈ 2 ഭാഗങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഗതാഗത കുരുക്ക് തന്നെയാണ്. ഈ ദീർഘദൂര ബസ്സുകൾ അടക്കം പോകുന്ന വഴിയാണ്. സ്വാഭാവികമായും ഏറെ നേരം ഇങ്ങനെ ഗതാഗത കുരുക്കുണ്ടായാൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാകും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആംബുലൻസുകൾ അടക്കം ഇത്തരത്തിൽ ഈ വെള്ളക്കെട്ടിലൂടെ വളരെ പ്രതിസന്ധിയോടുകൂടിയാണ് അവർക്ക് പോകേണ്ടി വരുന്നത്. മറ്റു വഴികളില്ല, മറ്റ് സമാന്തര പാതകളും ഈ ഭാഗത്തില്ലാത്തതൊരു വലിയ പ്രശ്നമാണ്. പക്ഷേ ആളുകൾ ഇടപെട്ടുകൊണ്ട് വാഹനങ്ങൾ കടത്തിവിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും പ്രശ്നം ഈ വാഹനങ്ങൾ പലപ്പോഴും എഞ്ചിനിൽ വെള്ളം കയറി ഓഫാകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഏറെ നേരം ഗതാഗത തടസ്സം ഉണ്ടാകുന്നു. പിന്നെ നാട്ടുകാർ അത് ആ വാഹനം തള്ളി ഈ ഭാഗങ്ങളിലേക്ക് മാറ്റിയ ശേഷമാണ് മറ്റു വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇന്ന് രാവിലെ മുതലാണ് എം.സി. റോഡിൽ ഇത്തരമൊരു പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എം.സി. റോഡ് വഴി വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക.